ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു വറുത്തരച്ച കോഴിക്കറിയാണ് വെക്കുന്നത്. വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു കോഴിക്കറിയാണ് കേട്ടോ. ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് അതിലേക്കൊരു 2 ഏലയ്ക്ക, പിന്നെ കുറച്ച് കുരുമുളകും ഗ്രാമ്പും കൂടി ഇട്ട് അതിലേക്ക് കുറച്ച് ഒരു മുറി തേങ്ങ മതി, തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കളർ ഷെയ്ഡ് നന്നായിട്ട് മാറി വരുമ്പോഴത്തേക്കും അതിലൊരു 3.5 ടീസ്പൂൺ മുളക് പൊടി, 3-4 എരിവനുസരിച്ച് ഇടാം, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയാണ് ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഇടുന്നത്, 3-4 ടീസ്പൂൺ ഇടാം. നമ്മുടെ എരിവ് നോക്കിയിട്ട് ഇടുക. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക. ഉലുവപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ വീഡിയോ എടുത്തില്ല. അത് മൂപ്പിച്ച് മാറ്റി തണുക്കാനായിട്ട് വെച്ചിട്ട് അതേ ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ച് കടുകിട്ടു. പിന്നെ നമ്മുടെ പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. അതിലേക്ക് സവാളയും കൊച്ചുള്ളിയും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കൂടെ പച്ചമുളകും ഉണ്ട്. എല്ലാം കൂടെ നമ്മുടെ ചിക്കൻ്റെ അളവനുസരിച്ച് വേണം ഉള്ളി എടുക്കാൻ. അതിട്ടു. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടാൽ പെട്ടെന്ന് വാടിക്കിട്ടും കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. എന്ത് കറി ഉണ്ടാക്കിയാലും ഉള്ളി വാടാൻ വെക്കുമ്പോൾ തന്നെ ഉപ്പും കൂടി ഇടുമ്പോൾ പെട്ടെന്ന് വാടി കിട്ടാറുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി അടച്ച് വെക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് വാടിയിട്ടുണ്ടാവും. ദേ കണ്ടില്ലേ, ആ ഒരു വാടി വന്നതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ആദ്യം ചേർത്തിട്ടില്ല. അത് ആ ഒരു കുത്തൽ ചവ വരുമോ എന്ന് ചിലർ ചോദിക്കും. ഒരു ചെവിയും വരത്തില്ല. വീണ്ടും അതിട്ടിട്ട് നന്നായിട്ട് ഈ ഒരു കളറാവുന്നത് വരെ മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പൊടി അരച്ച് അതിലേക്ക് ചേർക്കുക. വെള്ളം ഒന്നും ചേർക്കണ്ട, തേങ്ങ അത് നന്നായിട്ട് അരച്ചാൽ മതി. പിന്നെ ഒരു നുള്ളു വെള്ളം ഡ്രൈ ആണെങ്കിൽ മാത്രം ചേർത്തതിന് ശേഷം അതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇത് നാടൻ ചിക്കനാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് കഴുകിയോണ്ടാണ് ഒരു കളറ്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി നല്ല മിക്സാക്കി കൂടി ഇടണം കേട്ടോ. തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടച്ചു വയ്ക്കുക. വെള്ളം ഒന്നും ഒഴിക്കണ്ട, കാരണം വെള്ളം ഒഴിക്കാതെ ഇന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങിക്കോളും. നാടൻ കോഴിക്കറി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറേ ടൈം എടുത്തു, ഏകദേശം അരമണിക്കൂറോളം എടുത്തു. നമ്മൾ നോർമൽ കോഴിയാണെങ്കിൽ അത്രയും സമയം എടുക്കത്തില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും എന്തേ കണ്ടില്ലേ, ഇത്രയും വെള്ളം ഈ കോഴിയിൽ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ. അങ്ങനെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി ഞാൻ അതിലേക്ക് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് കുറച്ചുകൂടെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മുടെ അടിപൊളി വറുത്തരച്ച നാടൻ കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ്, ഞാൻ പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം സൂപ്പറാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ. ടാറ്റ, ബൈ ബൈ, സീ യു.